വാമനപുരം നദി കടന്ന് പുല്ലമ്പാറ പഞ്ചായത്തിൽ നിന്ന് കല്ലറ, വാമനപുരം പഞ്ചായത്തുകളിലേക്ക് പലരും പോകുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ നീന്താൻ അറിയില്ലെങ്കിൽ റോഡിലൂടെ 20 കിലോമീറ്റർ യാത്ര ചെയ്യണം. അക്കരെ എന്ന് പറയുന്ന ഒരു റേഷൻ കടയുണ്ട്, പിന്നെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, പിന്നെ ഒരു 3-4 സ്കൂള്, LP സ്കൂള് 2, ഹയർ സെക്കൻഡറി സ്കൂള് 2, പിന്നെ ചന്തയുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ആൾക്ക് അക്കരെ പോകാൻ വേണ്ടി ഏകദേശം ഒരു 10-400 പേര് വരെ ആശ്രയിക്കുന്ന അക്കരെ. അതായത് അക്കരെ ബസ്സുകളുണ്ട്. അക്കരക്കാർക്ക് ഇക്കരെ ബസ്സുണ്ട്, ഇക്കരക്കാർക്ക് അക്കരെ ബസ്സുണ്ട്. നാട്ടുകാർ വർഷങ്ങളായി ആശ്രയിക്കുന്നത് പ്രദേശത്തെ കടത്ത് വള്ളത്തെയാണ്. നിലവിൽ ആ സംവിധാനവും നിലച്ചു. അപ്പോൾ ജൂൺ മാസം 1-ാം തീയതിയാണ് കടത്ത് തുടങ്ങുന്നത്. പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ ഒരു മാസം വരെ അക്കരക്കാർ അക്കരയും ഇക്കരക്കാർ ഇക്കരയായിട്ട് നിൽക്കുകയാണ്. പിന്നെ കറങ്ങി പോകണമെങ്കിൽ നമ്മൾ ആകെ ആശ്രയം എന്ന് പറഞ്ഞാൽ വെള്ളുവനടി പാലവും അരുവിപ്പുറം പാലം, മുതുവള അരുവിപ്പുറം, ഏകദേശം ഒരു 15 കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞ് ഈ റേഷൻ കടയിലും പോസ്റ്റ് ഓഫീസിലും വരേണ്ട ഗതികേടാണ് ഉള്ളത്. പുതിയ ടെൻഡർ നൽകിയിട്ടുണ്ടെന്നും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വള്ളക്കടത്ത് പുനഃസ്ഥാപിക്കാൻ വൈകുന്നതെന്നും പുല്ലമ്പാറ പഞ്ചായത്ത്. നമ്മൾ ജനങ്ങളോടൊപ്പമാണ് അതിൽ ഒരാൾ 2 പേർ ബെനിഫിഷ്യറി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഒരു ബെനിഫിഷ്യറി ഉണ്ടെങ്കിലും അയാളെ സഹായിക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. അതിൽ ആരും സംശയം വേണ്ട. നടപ്പാലം എന്ന ശാശ്വത പരിഹാരം അകലെയല്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപ മാറ്റിവെച്ച് മണ്ണ് പരിശോധന പൂർത്തിയാക്കി 7.5 കോടിക്കും 8 കോടിക്കും രൂപയ്ക്കുള്ള പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊടുത്ത അപേക്ഷയിൽ വാമനപുരം മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത്. അതിൽ പരിഗണന വിഷയമായി വന്നിട്ടുള്ളത് ഈ പാലം. ഞാൻ ജനിക്കുന്ന മുമ്പ് ഈ പേടപ്പള്ളി കടത്ത് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് 2006 മുതലാണ്. ചേട്ടൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 61 വയസ്സായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.